അന്താരാഷ്ട്ര ഡൊമസ്റ്റിക് സർവീസുകൾ ഉൾപ്പെടെ 78 സർവീസുകളാണ് കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ എയർ ഇന്ത്യ റദ്ദാക്കിയത്. മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി. ഇതോടെ നൂറുകണക്കിന് യാത്രക്കാർ കണ്ണൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ പെട്ടുപോയി. കണ്ണൂരിൽ നിന്ന് അബുദാബി, ഷാർജ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട 3 വിമാനങ്ങളുടെ സർവീസാണ് ആദ്യം റദ്ദാക്കിയത്. ഇതിനുശേഷമാണ് നെടുമ്പാശ്ശേരിയിലും 4 വിമാന സർവീസുകളും റദ്ദാക്കിയ വിവരം പുറത്തുവരുന്നത്. ഷാർജ, മസ്കറ്റ്, ബഹ്റൈൻ, ദമാം എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് നെടുമ്പാശ്ശേരിയിൽ റദ്ദാക്കിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 6 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കൂടി റദ്ദാക്കി. ദുബായ്, റാസൽ ഖൈമ, ജിദ്ദ, ദോഹ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് ഇവിടെ റദ്ദാക്കിയത്. വിമാന സർവീസുകൾ റദ്ദാക്കിയ വിവരം അറിഞ്ഞതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. മണിക്കൂറുകളോളം തങ്ങളെ കാത്തു നിർത്തിച്ചുവെന്നും മോശമായി പെരുമാറിയെന്നും ഇവർ പ്രതികരിച്ചു. ഹസ്ബൻഡ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ, അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരെ ഭാഗത്തൊന്നും ഒരു സൊല്യൂഷൻ അവർ പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ടിക്കറ്റ് നോക്കാനിരിക്കുന്നു, വേറെ വഴിയില്ല, എനിക്കിന്ന് പോയേ പറ്റത്തുള്ളൂ. ജീവനക്കാർ കൂട്ടമായി സിക്ക് ലീവ് എടുത്തതാണ് കാരണമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. ടാറ്റ ഗ്രൂപ്പിന്റെ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ചാണിതെന്നും പറയപ്പെടുന്നു. സമാനമായി നേരത്തെ വിസ്താര വിമാനത്തിലെ ജീവനക്കാരും കൂട്ടാവധിയിൽ പ്രവേശിച്ചിരുന്നു. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.